നമസ്കാരം, TCB സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വീട്ടിൽ അക്രമാസക്തമാകുകയും സഹോദരൻ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച പ്രതിയെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. SI ശരത് സോമൻ, CPO അരുൺ എന്നിവരുൾപ്പെടെ 5 പേർക്കാണ് കുത്തേറ്റത്. വിജയദശമി ദിനത്തിൽ തിരുവുള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. പുലർച്ചെ ആരംഭിച്ച എഴുത്തിനിരുത്തൽ ചടങ്ങിന് ആയിരക്കണക്കിന് കുരുന്നുകളാണ് പങ്കെടുത്തത്. വയനാട് ദുരന്തത്തിൽ കേന്ദ്രം കേരളത്തിന് 260 കോടി രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും കേരളത്തോടുള്ള തുടർച്ചയായ അവഹേളനമാണിതെന്നും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ആദ്യമേ തന്നെ ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്ത പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്ന് അറിയിച്ചിരുന്നുവെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്നുൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചേനെയെന്നും മന്ത്രി. കേരള ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തട്ടിപ്പ്. കാട്ടൂർ പൊഞ്ഞനം സ്വദേശി യുവാവിന് നഷ്ടപ്പെട്ടത് 15,000 രൂപ. തട്ടിപ്പ് നടത്തിയെന്ന് സംശയിക്കുന്നയാളുടെ CCTV ദൃശ്യങ്ങൾ TCBക്ക് ലഭിച്ചു. കാട്ടൂർ പൊഞ്ഞനം സ്വദേശി നെല്ലിപ്പറമ്പിൽ തേജസാണ് തട്ടിപ്പിനിരയായത്. മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതി പോലീസുകാരൻ. കൊടുങ്ങല്ലൂർ സ്വദേശിയായ സിവിൽ പോലീസ് ഓഫീസർ ജ്യോതിഷ് ഫേസ്ബുക്കിലൂടെയാണ് വിമർശനാത്മകമായ കുറിപ്പ് പങ്കിട്ടത്. കൈക്കൂലിക്കേസിൽ പിടിയിലായ മൺപാത്ര നിർമ്മാണ വിപണനക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ KN കുട്ടമണിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. കുംഭാര സമുദായ സഭയുടെ നേതൃത്വത്തിലാണ് കുട്ടമണിയുടെ രാജി ആവശ്യപ്പെട്ട് മാർച്ച് നടത്തിയത്. വാഴക്കോട് പ്ലാവിൻ ചുവട് ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ കാർ വൈദ്യുതി തൂണിലിടിച്ച അപകടം. കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചേലക്കര ഭാഗത്ത് നിന്ന് വാഴക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന എടപ്പാൾ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിൽ മേളാർച്ചന നടന്നു. കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടന്ന പഞ്ചാരി മേളത്തിന് കീനൂർ പ്രേംദാസ്, ഗോപൻ മുല്ലപ്പള്ളി, കൊടകര അനീഷ്, കൊടകര ശങ്കർ എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നു. നാരായണൻ നമ്പൂതിരി, വാസുദേവൻ എമ്പ്രാന്തിരി എന്നിവർ കുട്ടികൾക്ക് ഹരിശ്രീ കുറിച്ചു നൽകി. മണലിത്തറ അയ്യപ്പൻകാവിൽ നവരാത്രി ആഘോഷം കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ട് രാജേഷ് മാരാത്ത് ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം അഭിജോഷും കലാമണ്ഡലം ജിഷ്ണുവും ചേർന്ന് ചാക്യാർ കൂത്തിന്റെയും വിവിധ നൃത്തങ്ങളുടെയും അരങ്ങേറ്റം നിർവഹിച്ചു. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് വിദ്യാഗോപാല മന്ത്രാർച്ചനയും മാതൃപൂജയും നടന്നു. ശ്രീകാന്ത് ഗുരുപദം ആചാര്യനായി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ എഴുത്തിനിരുത്തൽ ചടങ്ങ് ഭക്തി നിർഭരമായി. ഗുരുനാഥന്മാരായ ലക്ഷ്മിക്കുട്ടി, കോമളം എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകി. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 100 കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. വിദ്യാരംഭ ചടങ്ങുകൾക്ക് പ്രൊഫസർ D നീലകണ്ഠൻ, MR ഗീത എന്നിവർ ആചാര്യന്മാരായി. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിന അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മുൻ മണ്ഡലം പ്രസിഡന്റ് MV ജോസ് ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകി. കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. AICC അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു. AM ബിജു ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KO പൊറിഞ്ചു ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. പഞ്ചഗുസ്തി മത്സരത്തോടെ ആരംഭിച്ച കേരളോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷയായി. കാക്കശ്ശേരി ശക്തി ഭൈരവി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. എഴുന്നള്ളിപ്പിന് ക്ഷേത്രം മേൽശാന്തി സജിത് ശാന്തി നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിൽ ഗാന്ധി ജയന്തി ആചരിച്ചു. വൈസ് പ്രസിഡന്റ് E സത്യഭാമ ഭദ്രദീപം കൊളുത്തി. മധ്യപ്രദേശിൽ നടന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ ഫൈനലിൽ ഷൂട്ടൌട്ടിൽ 4-3 പരാജയപ്പെടുത്തി കേരള പോലീസ് ഫുട്ബോൾ ടീം ജേതാക്കളായി. മികച്ച ഗോൾ കീപ്പറായി കേരള പോലീസിന്റെ അഭിനവ്, മികച്ച കളിക്കാരനായി കേരള പോലീസിന്റെ പ്രതിരോധ നിരക്കാരൻ സഫാനയും തെരഞ്ഞെടുത്തു. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തലിന് നിരവധി കുരുന്നുകളെത്തി. ആറാട്ടുപുഴ വാരിയത്ത് രമേശ് വാര്യർ എഴുത്തിനിരുത്തലിന് നേതൃത്വം നൽകി.
കൊരട്ടിക്കരയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണശ്രമം. കൊരട്ടിക്കര പാലച്ചുവട് ക്ഷേത്രത്തിനു സമീപം മുള്ളത്ത് രാജന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. ചൊവ്വന്നൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 60 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ചൊവ്വന്നൂർ സ്വദേശി മേനോത്ത് വീട്ടിൽ ശിവരാജനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഗാന്ധി ജയന്തി ദിനാചരണവും ലോക സമാധാനത്തിനായി ശാന്തി യാത്രയും സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സംഘടനയുടെ മുഖ്യ രക്ഷാധികാരികളായി ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാടിനെയും വ്യവസായി VP നന്ദകുമാറിനെയും പ്രഖ്യാപിച്ചു. ഏനാമാക്കൽ റെഗുലേറ്റർ റോഡിലൂടെ കടന്നുപോകുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. ദിവസങ്ങളായി ശുദ്ധജലം പാഴാകുന്ന വിവരം പഞ്ചായത്ത് മെമ്പറെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും സമ്പൂർണ്ണ വൈഫൈ കണക്ഷൻ പ്രഖ്യാപനം നടന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങ് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പീലാർമൊഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് സർവ്വ ഐശ്വര്യ പൂജയും വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടന്നു. എഴുത്തിനിരുത്തലിന് കൊളത്തൂർ പുരുഷോത്തമൻ നേതൃത്വം നൽകി. തൃശൂർ DCC ഓഫീസിൽ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ദിനത്തിൽ സിവിൽ ലൈൻ പാർക്ക് വാക്കേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അയ്യന്തോൾ പാർക്കും പരിസരവും ശുചീകരിച്ച് ഒലിവ് മരം നട്ടു. വാക്കേഴ്സ് ക്ലബ് സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, ട്രഷറർ ബാലചന്ദ്ര സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും സംഘടിപ്പിച്ചു. വസന്തം കോർണറിൽ നടന്ന ചടങ്ങ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ ഉദ്ഘാടനം ചെയ്തു. KPCC വിചാർ വിഭാഗ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം അഹിംസാ ദിനമായി ആചരിച്ചു. ജില്ലാ വൈസ് ചെയർമാൻ ആന്റോ കുണ്ടുകുളം ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്തിലെ കൊളത്തൂർ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ വാർഷികാഘോഷവും വയോജന സംഗമവും സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൽ ഗാന്ധി ജയന്തി ആചരിച്ചു. അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി KD രമണി ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലോമല കൊച്ചുപറക്കോട്ടുകാവിൽ വിജയദശമിയോടനുബന്ധിച്ച് ജയപ്രകാശൻ കുരുന്നുകൾക്ക് അധ്യക്ഷരം കുറിച്ചു. പുസ്തകപൂജ, വാഹനപൂജ, മാസ്റ്റർ വിഷ്ണു അവതരിപ്പിച്ച തായമ്പക തുടങ്ങിയവ നടന്നു. വിജയദശമി ദിനത്തിൽ പുതുക്കാട് മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നു. നിരവധി കുട്ടികൾ ആദ്യാക്ഷരം നുകർന്നു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രം മേൽശാന്തി CS വത്സൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.